ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മഅദ്. സൂറത്തുൽ ഖസസ് 85-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിസ്കരിച്ചതിന് ശേഷം അവിടെ ചുമരിൽ ഏറ്റവും ചുരുങ്ങി കയ്യിൻ്റെ വിരൽ കൊണ്ടെങ്കിലും എഴുതാൻ പറ്റുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ചൊല്ലിയെങ്കിൽ യാത്ര സുരക്ഷിതനായി തിരിച്ചു വരാൻ കഴിയുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണുന്നു. എവിടെ പോകുമ്പോഴും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദ്വാരക്കണം. വരുന്ന 19-ാം തീയതി വിനീതം അമേരിക്കയിലേക്ക് പോവുകയാണ്. അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് പോവുകയാണ്. അത് പോയി വന്ന് തൊട്ടടുത്ത ദിവസം ഹജ്ജിന് പോവുകയാണ്. എത്ര ദീർഘയാത്ര! അപ്പോഴൊക്കെയും വിനീതൻ്റെ കൈമുതലായി വെക്കുന്ന ഒന്നാണ് ഈ ആയത്ത്, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മഅദ്. ഈ ആയത്തിൻ്റെ പശ്ചാത്തലം കൂടി ചെറുതായി ഒന്ന് പറയാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് റബ്ബിൻ്റെ ആജ്ഞ അനുസരിച്ച് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഞാനും നിങ്ങളും ഒരു 40 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടെ പോകുന്ന സമയത്ത് അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, സ്വീകരിക്കാൻ ആളുണ്ട്, ടീമുണ്ട്, സർക്കാരുണ്ട്, എംബസി ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. എന്നാൽ വീട്ടിൽ നിന്ന് ബേജാറില്ലാത്തവരാരാണ്? 40 ദിവസം കഴിഞ്ഞ് വരുമെന്നറിയാം. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലല്ലോ. നാട്ടിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മർദ്ദനങ്ങളായ മർദ്ദനങ്ങളും പീഡനങ്ങളായ പീഡനങ്ങളും, എത്രയെത്രയോ സ്വഹാബാക്കളെ കൊന്നുകളഞ്ഞു, നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞു. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വധഭീഷണിയായി അതാ വീട്ടിൽ ഉറങ്ങാൻ കിടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. റബ്ബിൻ്റെ തീരുമാനം വന്നു, തബിയെ തങ്ങളൊന്ന് തൽക്കാലം മാറി നിൽക്കണം. എൻ്റെ കടതുണ്ടി ഞാൻ ജനിച്ചു എന്നതിലപ്പുറം എൻ്റെ പൊക്കിൾക്കുടി ബന്ധം, അതിലപ്പുറം ആ നാടിന് വലിയ ബന്ധം ഒരാൾക്കുണ്ടായിക്കൊള്ളുന്നില്ല. കള്ളുണ്ടി ഹജർ അസ്വദുണ്ടോ? കള്ളി ഇബ്രാഹിം മക്കാമുണ്ടോ? കള്ളുള്ളി മുൽത്തസമുണ്ടോ? നിങ്ങളുടെ നാട്ടിലുണ്ടോ? ലോകത്ത് ഏതെങ്കിലും നാട്ടിലുണ്ടോ? അതേ സ്ഥാനത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി കുടിക്കുന്ന സംസം, ഇനി ജീവിതത്തിൽ സംസം കുടിക്കാൻ പറ്റുമോ? എന്ത് പ്രയാസമുണ്ടെങ്കിലും നെഞ്ച് മദീന മക്കയിൽ മുൽത്തസിനോട് ചേർത്ത് വെക്കുന്ന, ഇനി അത് കഴിയുമോ? എന്ത് പ്രയാസമുണ്ടെങ്കിലും ഇബ്രാഹിം മക്കാമിൽ നിസ്കരിക്കും, ഇനി അത് കഴിയുമോ? അങ്ങനെ ലോകത്ത് മറ്റൊരിടത്തും ലഭിക്കാത്ത 15 അതിപ്രധാനമായ മഹത്തരമായ സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, ഇതെല്ലാം അതാ തേച്ച് പോകല്ലേ. വേദന എത്രയായിരിക്കും? അങ്ങനെ പോയി ജുഹ്ഫ എന്ന സ്ഥലത്തെത്തി. അതൊരു ജംഗ്ഷനാണ്. സ്വാഭാവികമായും പൊക്കിൾക്കൊടി ബന്ധം എന്നതിലപ്പുറം, ജന്മനാട് എന്നതിലപ്പുറം, ധാരാളം പുണ്യങ്ങൾ നിറഞ്ഞ നാടുകളപ്പുറം, ധാരാളം മഹത്വങ്ങൾ നിറഞ്ഞ നാട്. ഈ നാട്ടിലേക്ക് പിന്നെയും അഷ്റഫുൽ ഖൽഖ് തങ്ങൾ മനസ്സങ്ങോട്ടേക്ക് തിരിയുകയാണ്. അപ്പോൾ അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞു കൊടുത്താണ്, നബിയെ തങ്ങൾ ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ, തങ്ങൾക്ക് അല്ലാഹു തആല 90,000 അമാനുഷിക സംഭവങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും വലുതാണ് ഖുർആൻ. ആ ഖുർആൻ ഇറക്കി തന്ന റബ്ബ് തങ്ങളെ മറക്കരുത്. തങ്ങളിപ്പോൾ മദീനയിലേക്ക് പോകണം. സുഖസുന്ദരമായി തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരും. എന്തൊരായത്താണ്! ഈ ഒരൊറ്റ ആയത്ത് പോരെ ഖുർആനിൽ? സൂറത്തുൽ ഖസസിലെ 195-ാമത്തെ ആയത്താണ്. അത് സ്ഥിരമായി പതിവാക്കുക. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മഅദ്.